നല്ല ജീവിതചര്യകളിലൂടെയും നല്ല ജീവിത നിഷ്ഠകളിലൂടെയും ലോകത്തിന് നല്ല ആശയങ്ങൾ, നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന പുണ്യ റമദാൻ്റെ മനോഹരമായ പ്രാർത്ഥനാ നിർഭരമായ ഒരു രാവ്, ഈണങ്ങളുടെ ഒഴുക്കുള്ള ഒരു ഗസൽ നിലാവ്. ഗസൽ നിലാവിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ പ്രണവ് മധു, ഒപ്പം ഞാനും നിങ്ങളും ഒരു അതിഥി കൂടിയുണ്ട്, അത് പിന്നെ പരിചയപ്പെടുത്താം. ഗസൽ നിലാവ് ഇങ്ങനെ അതിൻ്റെ വെട്ടം പൊഴിച്ചുകൊണ്ട് ഒരുപാട് എപ്പിസോഡുകൾ പിന്നിട്ടു. നമുക്കറിയാം ഗസലുകളുടെ ഉത്ഭവം പേർഷ്യൻ നാടുകളിലാണ് എന്ന് നാം കേട്ടിട്ടുണ്ട്. അമീർ ഖുസ്രുവാണ് ഇന്ത്യയിലെ ഗസലിൻ്റെ ഉപജ്ഞാതാവെന്ന് നാം അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട്. 1200കളിലാണ് ഇന്ത്യയിൽ ഗസലിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് അറിയാൻ കഴിയാം. എന്നാൽ 1600കളിൽ കർണാടകയിലെ ഡെക്കാണിലാണ് വലി ഡെക്കാനി എന്ന ഒരു ഗായകൻ ഗസലുകൾ ആദ്യമായി ആലപിച്ചത്. അന്ന് ഗസലിന് അഭൂതപൂർവമായ ഒരു ആരാധക വൃന്ദം രൂപപ്പെടുകയുണ്ടായി. മുഗൾ രാജസദസ്സിലാണ് അദ്ദേഹം ഈ ഗസലുകൾ അവതരിപ്പിച്ചത്. അതുവഴി മുഗൾ രാജാക്കന്മാർ വഴിയാണ് ഈ ഗസലിന് ഇന്ന് നാം കാണുന്ന പ്രചാരം നേടിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ ഗസൽ ശാഖയുടെ പോയ വഴികൾ അല്ലെങ്കിൽ നാൾവഴികൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്തരം വിവരങ്ങൾ നമ്മൾ ഗസലുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൗതുകകരമായ കേൾവികൾ നമുക്കുണ്ടാകും. അന്വേഷണത്തിലൂടെയും നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിലൂടെയൊക്കെ ഇത്തരം വിവരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഈ വിവരങ്ങൾ തന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുനിൽകുമാറാണ്. സുനിൽ നെടുങ്ങാടി എന്ന് പറയുന്ന ദുബൈയിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽ നെടുങ്ങാടിയാണ് എനിക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറിയത്. അങ്ങനെ ആ ഗസൽ ശാഖയുടെ എന്നും പറയാറുള്ള പോലെ ഇങ്ങേറ്റത്ത് മലയാളം, നമ്മുടെ ശ്രേഷ്ഠ മലയാള ഭാഷയുടെ വഴിയിലൂടെ ഞാനും മലയാളം ഗസലുകളുമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹായത്തോടെ, പ്രാർത്ഥനയോടെ, ഇഷ്ടത്തോടെ ഞാനും പോവുകയാണ്. നിങ്ങളുടെ വളരെ സ്നേഹ നിർഭരമായ സപ്പോർട്ട് വളരെ ഉത്തേജനം നൽകുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അതിഥിയുണ്ട്. അത് അഭിലാഷ് വെങ്ങര. അഭിലാഷ് വെങ്ങരയെ ഇവിടുത്തെ ദുബൈയിലെ കലാപ്രേമികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അരങ്ങൾക്കൊക്കെ വളരെ സുപരിചിതനാണ് അദ്ദേഹം. കാരണം ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ ഒരു വാചകം കൂടി പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും. KPK വെങ്ങര UAEയിൽ ആമുഖം ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ KPK വെങ്ങര സാറിൻ്റെ മകനാണ് അഭിലാഷ് വെങ്ങര. അഭിലാഷ് വെങ്ങരയെ ഈ പരിപാടിയിലേക്ക് വിളിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. അപ്പം ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പാടിയ ചില ഗസലുകൾ, ചില പാട്ടുകൾ ഞാൻ പറഞ്ഞു, ഇത് ഗസലിൻ്റെ വഴിയിൽ ഞാൻ ചെയ്ത പാട്ടുകൾ പല ആൽബങ്ങളിലുമുണ്ട്. അപ്പോൾ വളരെ വ്യക്തിപരമായ പലരും എന്നോട് അത് ഓർക്കസ്ട്രയോട് കൂടി ഒന്ന് പാടുമോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കരുതി അത് പാടിയ ആൾ, ആൽബത്തിൽ പാടിയ ആൾ ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനും സുഹൃത്തും ഒക്കെയാണ് അഭിലാഷ്. അപ്പോൾ ഞാൻ കരുതി അഭിലാഷിനെ കൊണ്ട് തന്നെ ആ 2 പാട്ടുകളും പാടിക്കാം എന്ന് വെച്ചാണ് അഭിലാഷിനെ വിളിച്ചത്. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ അങ്ങനെ ഞാനും അഭിലാഷും നിങ്ങളും ചേർന്ന് ഗസലിൻ്റെ നല്ലൊരു രാവിലേക്ക് നമുക്ക് പ്രയാണം തുടരാം. നിങ്ങൾ ഒപ്പം ഉണ്ടാകണം, നിങ്ങളുടെ ഫോൺ കോൾസ് ഉണ്ടാകണം, വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാകണം. നിങ്ങൾ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ട് അങ്ങ് കളയുകയല്ല, അത് മനസ്സിലിങ്ങനെ വെച്ച് ഉരുക്കഴിച്ച് അതിൽ നിന്ന് സംശീകരിക്കാവുന്ന നല്ല വശങ്ങളെ ഞാൻ ഒരുപാട് ഓർത്തെടുത്തും കണ്ടെടുത്തും കരുത്താക്കിയും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അഭിലാഷ്, ഇന്ന് ഞാൻ ഏത് പാട്ട് പാടണം? പക്ഷെ എനിക്ക് മാഷ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ട് എനിക്ക് ഇഷ്ടമുണ്ട്. ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. അതിവിടെ എൻ്റെ അടുത്തിരിക്കുന്നു പറയുന്നത് അല്ലല്ല, ഒരിക്കലും അല്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കേട്ടുള്ളൂ. ഒരുപാട് കാലം തുടങ്ങുന്ന ഒരു പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ. അത് ഒന്നും കൂടി പാടല്ലേ? അബിക്ക് ഇഷ്ടമാണല്ലേ? എനിക്ക് ഇഷ്ടമാണ്. അതെ, ഞാൻ കഴിഞ്ഞ ഒരു 1-2 പാട്ട് അബിക്ക് തന്നു, ഇനിയും പാട്ട് തരാൻ വേണ്ടി സോപ്പിടല്ലേ? അങ്ങനെ ഓക്കെ ഞാൻ പാടാം. അത് പാടുമ്പോൾ അതിനകത്ത് പ്രത്യേക കൗതുകം കൂടി ഉണ്ട്. ആ പാട്ട് അബി പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ 1-2 പേര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു,
ഈ ഗസലിൽ പ്രണയത്തിന്റെ വിരഹവും മാത്രമല്ല, എന്നും ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു വിഷമം പറച്ചിലാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ഞാനും കരുതി പാടിയ ഗസലുകളിലൊക്കെ എന്താണ് ഈ വിരഹം, പ്രണയത്തിന്റെ അത്തരം ചില നൊമ്പരങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനതിനെ സാധൂകരിച്ച് പലതും പറഞ്ഞു, പ്രണയം പോലെ തന്നെ ഇഷ്ടമുള്ളതാണ് പ്രണയ നൊമ്പരങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റാം എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുപാട് കാലം എന്ന് പറയുന്ന പാട്ട് ഒരു ബാല്യത്തെ കുറിച്ചുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥ എന്താണ്? ബാല്യമാണ്. സത്യം. ചില പ്രായങ്ങളിൽ നമ്മൾ യൗവനാന്നൊക്കെ പറയും, നമ്മൾ ബാല്യമായിട്ടിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി വളരുമ്പോഴാണ്, നമ്മൾ കൊച്ചായിരിക്കും നമുക്ക് തോന്നുന്നു വലുതായിരുന്നെങ്കിൽ ഒന്ന് മീശയൊക്കെ വെച്ച് പോകാൻ, അല്ലെങ്കിൽ ചേട്ടന്മാരെ വ്രതം കാണിക്കുമ്പോൾ അതിലേക്ക് ഒന്ന് എത്താമായിരുന്നു നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലം ബാല്യമാണ്. നമ്മൾ എന്തൊക്കെ നേടി എവിടെയൊക്കെ എത്തിയിട്ട് അവസാനം നമ്മളോട് ദൈവം ചോദിക്കണം നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എന്താവണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ബാല്യത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പറയും. അതാണ് ബാല്യത്തിൻ്റെ ഒരു പ്രത്യേകത, നിഷ്കളങ്കമായ ബാല്യം. അപ്പോൾ ഈ ബാല്യവും ഗ്രാമവും എന്ന് പറയുന്നത് വളരെ അഭേദ്യമായ ബന്ധമാണ്. നമ്മുടെ ബാല്യങ്ങളല്ലേ, നമ്മൾ ഒക്കെ തന്നെ ഗ്രാമങ്ങളിൽ ജനിച്ചവരാണ്. അപ്പോൾ നമ്മുടെ അസ്തിത്വം ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നമ്മൾ ഗ്രാമത്തെ വല്ലാണ്ട് പ്രണയിക്കാറുണ്ട്. വീണ്ടും പ്രണയം തന്നെ വന്നല്ലോ അഭി. അത് ഗ്രാമത്തോടുള്ള പ്രണയം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. നമ്മളൊക്കെ പലപ്പോഴും അതിനെ ഒരു ചെറിയ ഫ്രെയിമിലേക്ക് ഒതുക്കാറുണ്ട് പ്രണയം. അപ്പോൾ ഈ ഗ്രാമത്തെ നമ്മളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. ഗ്രാമം എന്ന് പറയുന്നതിന് ഒരുപാട് ബിംബങ്ങളുണ്ട്. നമ്മൾ വയല്, പുഴ, പാടം, അതിലത്തെ തോപ്പുകൾ, ഇങ്ങനെ തൊടികൾ, കാളപ്പൂ, മുക്കുറ്റുപൂ, ഇങ്ങനെ ഇതൊക്കെ ഗ്രാമത്തിന്റെ ചിത്രങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു പാട്ടാണ് ഒരുപാട് കാലം എന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇത് എന്നും പറഞ്ഞ പോലെ എൻ്റെ രചനാ സംഗീതം എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇതിന്റെ രചന ഞാനല്ല, ഒരു പ്രവാസിയായിരുന്ന എൻ്റെ സുഹൃത്ത് TS സുനിൽകുമാർ എന്ന് പറയും, തൃശ്ശൂർക്കാരനാണ്. ഇപ്പൊ പ്രവാസിയല്ല, നാട്ടിലേക്ക് പോയി. അപ്പോൾ സുനിലാണ് ഇതിന്റെ രചന നിർവഹിക്കുന്നത്. ഈ പാട്ട് ഒറിജിനൽ പാടിയെന്നായിരുന്നു അറിയോ? G വേണുഗോപാലാണ്, വേണിച്ചേട്ടനാണ് പാടിയത്. വേണിച്ചേട്ടൻ പാടിയത് മാത്രമല്ല, വേണിച്ചേട്ടൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തൊരു പാട്ടും കൂടിയാണ്. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു. അന്നൊരുപാട് വേദന എന്നിൽ നിവേദിച്ചൊരനുരാഗമുണ്ടായിരുന്നു. എൻ കൊച്ചു ഗ്രാമത്തോടെന്നും അനുരാഗമുണ്ടായിരുന്നു. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു. അന്നൊരുപാട് വേദന എന്നിൽ നിവേദിച്ചൊരനുരാഗമുണ്ടായിരുന്നു. എൻ കൊച്ചു ഗ്രാമത്തോടെന്നും അനുരാഗമുണ്ടായിരുന്നു. നിഷ്കളങ്കമായൊരു ഭാഷയാണ് സത്യം. അതെ, കാരണം എനിക്ക് എൻ്റെ ഗ്രാമം, നമ്മൾ പറയും ജനനി ജന്മഭൂമിച്ച സ്വർഗാതപി ഗരിയസി അല്ലേ, ജന്മനാടും അമ്മയുമാണ് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠം എന്നൊരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാമം എനിക്ക് ഗ്രാമത്തോട് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഗ്രാമം വിട്ട് പോരേണ്ടി വന്നു. നമ്മുടെ ജീവിതങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് പലരും. നമ്മൾ പലതും ജീവിതത്തിൽ പല വഴിക്ക് പോകുന്നത് പ്രേരണ കൊണ്ടാണ്. ജീവിത സാഹചര്യങ്ങളുടെ പ്രേരണ. അബിയൊക്കെ ഇവിടെ വരുന്നത് പക്ഷേ പ്രേരണ കൊണ്ടായിരിക്കും അല്ലേ? ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം നമ്മുടെ അച്ഛനും അമ്മയുടെ നമ്മുടെ ബന്ധുക്കളുടെ നാട്ടിൽ നിൽക്കാനാണ്. നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും തീരത്തില്ല. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രേരണകൾ നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള കൊതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഗ്രാമം. അത് നമ്മൾ ആ ഇഷ്ടങ്ങളെ നമ്മൾ നമ്മുടെ സർഗാത്മകതയിലൂടെ വരുമ്പോൾ കവിതയാവാം, പാട്ടാവാം, ഇങ്ങനെയൊക്കെ വരുന്നത് അതിൻ്റെ ഒരു ചിത്രമാണ്. എനിക്ക് അതിൽ കേൾക്കുമ്പോൾ ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാരണം അത്ര സുതാര്യമാണ്. ഒരു കോളുണ്ട്. ഹലോ നമസ്കാരം, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, ഞാൻ രമേശാണ്. രമേശ്, പാലക്കാട് ആണോ? ഹലോ രമേശ്, പാലക്കാടാണോ? അതെ അതെ രമേശ്, പാലക്കാട് സംഗീതക്കാരുടെ ഒരു നാട് തന്നെയാണ് അല്ലേ? അതെ. ഞാൻ വിളിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. മധുജി ചെയ്തിട്ടുള്ള രാഗസ്വന്ധ്യവും കേൾക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അതെയോ? അപ്പൊ അതില് വളരെ നല്ല ഒന്ന് രണ്ട് പാട്ടുകൾ മനസ്സിൽ വളരെയധികം തങ്ങി നിൽക്കുന്ന, പ്രത്യേകിച്ചും ആവണിക്കായലോരം
രണ്ട് ഡാൻസുകളും ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊന്ന് മധുസാറിനെ പാടിക്കണം. അവണിക്കായലോളം ഞാൻ പാടിത്തരും, പക്ഷെ രണ്ടുപേരെയും പാടുള്ളൂ ഏട്ടാ. വൈരാഗ്യം കൊണ്ടല്ല, കാരണം ഇന്ന് രാഗസൗഗന്ധ്യത്തിലെ 2 പാട്ട് പാടിയ അതേ ഗായകൻ തന്നെ എൻ്റെ കൂടെ ഉണ്ട്, ശ്രീ അഭിലാഷ് വെങ്കര. അപ്പൊ ഞാൻ ഒരുപക്ഷെ ഈ പാട്ട് പാടിയ ആവണിക്കായലോളം പാടിയ ആളും ദുബൈയിൽ തന്നെയുള്ളൊരു ഗായകനാണ്. ഒരുപക്ഷെ എനിക്ക് അദ്ദേഹത്തെ കൂടി ഈ എപ്പിസോഡിൽ ക്ഷണിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു എപ്പിസോഡ് വരികയാണെങ്കിൽ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് പാടിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 പേരെന്ന് പറഞ്ഞത് കേട്ടോ. എന്തായാലും വിളിച്ചതിലുള്ള സന്തോഷം രമേഷ്, ഞാൻ പാടാം. ഓക്കെ. അഭിലാഷ് വന്നതുകൊണ്ട് അഭിലാഷ് രാഗസൗഗന്ധ്യത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നു, അതിന്റെ പാട്ട് ആവശ്യപ്പെട്ടേക്കാണ്. അഭിലാഷിനേക്കാൾ മുമ്പേ ഞാൻ പാടുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. സന്തോഷം മാത്രമേ. അപ്പൊ നമ്മൾ ഇത് ഓർക്കണം, നമ്മൾ പാടിക്കൊണ്ട് വന്നത് ഒരുപാട് കാലം അതോടെ വഴിക്ക് നിൽക്കുകയാണ്. നമുക്ക് ബാല്യത്തെ അവിടെ നിർത്താം. അവണിക്കായലോളം അതിലൊരു പൂവണിക്കൊതുമ്പുവെള്ളം, അവണിക്കായലോളം അതിലൊരു പൂവണിക്കൊതുമ്പുവെള്ളം. ഞാൻ 2 പേര് പാടാം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നമുക്ക് ഇത് പാടിയ സുനിലാണ്. സുനിലിനെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, പക്ഷെ ഞാൻ അബിയുടെ പാട്ട് ഞാൻ ഫുള്ള് പാടിയിട്ടുണ്ട്. പക്ഷെ അബി വിഷമിക്കണേ, ഞാൻ പാടിയത് എൻ്റെ ഒരു പ്ലാനിലാണ്. ഞാനത് കുറച്ച് എന്താ പറയണ, ഞാനില്ല കരിമ്പത്തോട്ടത്തിൽ ആളിനെ വിട്ട മാതിരി ഞാനങ്ങ് പാടുക ചെയ്തേ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തിൽ എനിക്ക് മാഷിൻ്റെ ഒരു ശിക്ഷണത്തിൽ പാടാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിന് സർവശക്തൻ്റെ അടുത്തും മാഷിൻ്റെ അടുത്തും അതിനെക്കാട്ടുപരി ലാലു സാറിൻ്റെ മനോഹരമായിട്ടുള്ള വരികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. എന്നെ ലാലു സാറിനെ പരിചയപ്പെടുത്താൻ എൻ്റെ ജ്യേഷ്ഠന്മാരായ രൂപേഷ് ഏട്ടൻ, പ്രഭുഷ് ഏട്ടൻ, അവരുടെയൊക്കെയുള്ള ഈ ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. എനിക്ക് അബിയുടെ ഇഷ്ടം എന്തെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ഒരു 2014 2 തവണ വന്നു. ഞാൻ വന്നിട്ട് അവിചാരിതമായിട്ടാണ് അബിയുടെ പാട്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് സംഗീത വഴിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ് അബി. എനിക്കതാണ് അബിയുടെ ഇഷ്ടം. അപ്പം നമുക്ക് അബിയുടെ പാട്ട് കേട്ടാലോ? നമുക്കല്ല, ആവശ്യപ്പെട്ട ശ്രോതാക്കൾ. അപ്പോൾ നമുക്ക് അബി ഏത് പാട്ടാണ് പാടാൻ പോകണമെന്ന് നമുക്കറിയാം, നമുക്ക് 2 പേർക്കും അറിയാം. കാരണം അബി തന്നെ പാടിയ രാഗസൗന്ദര്യത്തിലെ താമരപ്പൂ. ഞാൻ പാടുന്നില്ല, ഞാൻ ഒത്തിരി പാടിയതാണേ. അപ്പോൾ അബിയുടെ വോയിസ് തന്നെ അത് കേൾക്കട്ടെ. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് ഏതിലേക്ക് വരാം? ഒരുപാട് കാലങ്ങളിലേക്ക്. ഓക്കെ, ശരി. നമുക്ക് അബിയുടെ പാട്ട് കേൾക്കാം. താമരപ്പൂവിതൾ നീൽമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. താമരപ്പൂവിതൾ നീൽമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. തനിച്ചായിരുന്നെന്നോ തണലേകില്ലെന്നോ, തനിച്ചായിരുന്നെന്നോ തണലേകില്ലെന്നോ. കൈമണി മുല്ലേ ഇനി നാം ഒന്നല്ലേ, കൈമണി മുല്ലേ ഇനി നാം ഒന്നല്ലേ. താമരപ്പൂവിതൾ നീൽമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. പാട്ട് ചുരത്തിയോരുത്രാടനാളിൽ നിൻ പൂമുഖം പൂക്കളമായിരുന്നു.
പാട്ട് ചുരത്തിയോരുത്രാടനാളിൽ നിൻ പൂമുഖം പൂക്കളമായിരുന്നു. ആ മുക്ത സൗന്ദര്യമാരും കാണാത്ത, ആ മുക്ത സൗന്ദര്യമാരും കാണാത്ത സൗഗന്ധികമായിരുന്നു. മനസ്സിലൊരോണ നിലാവായിരുന്നു. താമരപ്പൂവിതൾ നീൾമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. സ്വപ്നം വിടർത്തുന്നോരെന്നോ മൽനിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. സ്വപ്നം വിടർത്തുന്നോരെന്നോ മൽനിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര, അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു. മനസ്സിൽ മായിക ഗന്ധം പകർന്നു. താമരപ്പൂവിതൾ നീൾമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. താമരപ്പൂവിതൾ നീൾമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. തനിച്ചായിരുന്നെന്നോ തണലേകില്ലെന്നോ, തനിച്ചായിരുന്നെന്നോ തണലേകില്ലെന്നോ. കൈമണി മുല്ലേ ഇനി നാം ഒന്നല്ലേ, തൈമണി മുല്ലേ ഇനി നാം ഒന്നല്ലേ. താമരപ്പൂവിതൾ നീൾമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. നന്നായി കേട്ടോ. ഞാൻ എൻ്റെ പാട്ട് അഭിമായിട്ട് ഞാൻ നന്നായെന്നല്ലേ പറയാൻ പറ്റും. അങ്ങനെ പറയില്ല, വളരെ നന്നായിട്ട് പാടി കേട്ടോ. അതിൽ മാത്രമല്ല എനിക്ക് ഒരുപാട് ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഈ പാട്ടിൽ ആ രാഗസൗഗന്ധ്യത്തിൽ ഒരുപാട് പ്രഗത്ഭരല്ല പാടിയിട്ടുണ്ട്. അതിൽ 1-2 പേരേ ഉള്ളൂ പ്രൊഫഷണൽ സിംഗേഴ്സ്, ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദുബൈയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു പാട്ടുകാരനാണ്, അത് ഞാൻ അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ എൻ്റെ ഈ വരവിൽ ഞാൻ ഇങ്ങനെ ഒരു അന്വേഷണമുണ്ട്. അപ്പോൾ അബിയെ പോലെ ആരെങ്കിലുമൊക്കെ എൻ്റെ മുമ്പിൽ കൂടെ പാടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം അല്ലേ? ഒരുപാട് കാലത്തിൽ തിരിച്ചു വരാം. അപ്പോൾ ഒരുപാട് കാലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. അബിക്ക് ഒരു പാട്ട് പാടേണ്ടി വരും. അത് ഏത് പാട്ടാണ് അബി വീണ്ടും പാടിയത്? അത് മനസ്സിൽ നീലിമയിൽ. അതെ. ഈ നമ്മുടെ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുകൂടും. എന്തറിയാമോ, ഈ പാട്ടിനെ അതിൻ്റെ സംഗീതം നന്നാണെന്ന് ഞാൻ പറയത്തില്ല, സംഗീതം കൊള്ളാമല്ലേ. അപ്പോൾ ഈ